മക്കളെ പെട്ടെന്ന് നമുക്കൊരു പോസ്റ്റർ പഠിച്ചാലോ. ഗുട്ട്ലി തോ പരായ ഹേ എന്ന് പറയുന്ന നമ്മുടെ പാഠത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇത്. നോക്കിക്കേ, സമാജ് മേ ലഡ്ക और ലഡ്കി സമാൻ അധികാർ ഹേ. ലഡ്കയ്ക്കും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്താണ് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇസ് വിഷയ് പർ ആപ്കെ സ്കൂൾ മേ, ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സ്കൂളിൽ സംഗോഷ്ഠി ചൽ രഹാ ഹേ, സംഗോഷ്ഠി അല്ലെ സെമിനാർ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞുള്ളത്. സംഗോഷ്ഠിയാണ്, സെമിനാറാണ്, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, സ്വാഗതം ചെയ്യണം. അപ്പം എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തയ്യാറാക്കണം. നോക്കിക്കേ, എന്താണ് നമ്മുടെ വിഷയം എന്നുള്ളത് നിങ്ങൾ വലുതാക്കി എഴുതി വെക്കണം. ലഡ്ക और ലഡ്കി സമാജ് മേ സമാൻ അധികാർ ഹേ. ലഡ്കിക്കും ലഡ്കയ്ക്കും എന്തുണ്ട്, സമാജിൽ നമ്മുടെ സമൂഹത്തിൽ ഈക്വൽ ആയിട്ടുള്ള അധികാരമാണ് ഉള്ളത് എന്ന് ആദ്യം എഴുതി വെക്കുന്നു. എന്നാൽ എന്താണ്, സംഗോഷ്ഠിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ്, സംഗോഷ്ഠി എന്നും നമ്മൾ ചെറുതായിട്ട് എഴുതി വെക്കുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് വേണം, ആ ഡേറ്റ് വേണം, ഏത് ദിവസമാണ് നടക്കുന്നത് എന്നുള്ളത് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. പിന്നെ എന്താണ്, ടൈം വേണം, ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ സഭാഗൃഹ്, സഭാഗൃഹ് എന്ന് വെച്ചാൽ ഓഡിറ്റോറിയത്തിന് നമ്മൾ പറയുന്ന പേരാണ്. ഇത് മക്കൾ നന്നായിട്ട് എഴുതി പഠിച്ചു വെച്ചോണം, സ്കൂൾ സഭാഗൃഹ് എന്ന് പറയുന്നത്. അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, എല്ലാവരെയും സ്വാഗതം ചെയ്യണം, സബ്കാ സ്വാഗത് എന്നും കൊണ്ട് എഴുതി വെച്ചോളാം. പിന്നെ എന്താണ്, ലാസ്റ്റ് ക്ലബിൻ്റെ പേര് മസ്റ്റാണ്. ഏതെങ്കിലും ഒരു ക്ലബ്ബ്, ഹിന്ദി ക്ലബ്ബ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്ലബ്ബ്, ഇനി വെറും ക്ലബ്ബ് എന്നെങ്കിലും എഴുതി വെച്ചാൽ കുഴപ്പമില്ല. ക്ലബിൻ്റെ പേരും എഴുതാം, നല്ലോണം വൃത്തിയിൽ ബോക്സിലൊക്കെ വരച്ചിട്ട് വേണം നമ്മുടെ പോസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ വന്നാൽ മക്കൾ തെറ്റിക്കാൻ പാടില്ല. ബൈ ബൈ.